മഞ്ചരിയും തുടക്കക്കാരി തന്നെയായിരുന്നു. അപ്പം മാഷക്ക് ഞങ്ങളെ രണ്ടുപേരെയും ബുദ്ധിമുട്ടിക്കരുതെന്നുണ്ടായിരുന്നു. ഒരാളെ ആദ്യം പാടിപ്പിച്ചപ്പോൾ സാറ് പറഞ്ഞു നമുക്കൊരു കോയിൻ ടോസ് ഇട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാവം ടോസ് ഇട്ടിട്ട് നോക്കി. ഞാൻ എങ്ങനെയാ നമ്മുടെ മുമ്പിൽ പാടാന്നൊക്കെ വിചാരിച്ച് പേടിച്ചു പോയി. എങ്ങനെയൊക്കെയോ പാടി. ചിരി തൂകി കളിയാടി വാവാ കണ്ണാ എൻ ഗുരുവായൂരമ്പാടി കണ്ണാ വാവാ, ചിരി തൂകി കളിയാടി വാവാ കണ്ണാ. സ്വാഗതം MC ഡിജിറ്റിലേക്ക്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് മലയാളിക്കര സ്വന്തമാക്കിയ ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് വേണ്ടി നൽകിയ പ്ലേബാക്ക് സിംഗർ സിന്ധു പ്രേംകുമാർ ആണ്. നമുക്ക് ചേച്ചിയെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ചേച്ചി. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? അങ്ങനെ പോണു. കുറച്ച് പുതിയ പുതിയ പാട്ടുകളും പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോണു. ചേച്ചിനെ കുറിച്ച് പെട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കണത് മാപ്പിള സോങ്ങിലെ റാണി എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല. ചേച്ചി ഒരുപാട് സോങ്സ് വേറെയും ഡിവോഷണൽ ആയിട്ടും ആൽബം സോങ്സ്, പിന്നെ ഫിലിം സോങ്സ് അല്ലേ? അത്രയും. ചേച്ചി വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ശരിക്കും 30 years ആയി ഞാൻ ഈ ഒരു രംഗത്തേക്ക് വന്നിട്ട്. ഞാൻ ആദ്യമായിട്ട് പാടുന്നത് ഡിവോഷണൽ സോങ്സ് ആണ്, ഹിന്ദു ഡിവോഷണൽ സോങ്സ് ആണ്. ആദ്യം ജയേട്ടൻ്റെ കൂടെയാണ് പാടി തുടങ്ങുന്നത്. ജയേന്ദ്രൻ സാറിൻ്റെ കൂടെ ജപം എന്ന് പറഞ്ഞിട്ട് ലോകനാർ കാവലമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് പാടുന്നത്. പിന്നീട് കുറേ അന്നൊക്കെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഇത്രയും ഒരു ഇല്ലല്ലോ, ഇല്ലയെന്ന് തന്നെ പറയാം. ഞാനൊക്കെ ഈ വരുന്ന സമയത്ത് അപ്പോൾ ഒരുപാട് കാസറ്റ്സ് ആയിരുന്നു, പാട്ടുകൾ ആൽബങ്ങളായിട്ടും പിന്നെ ഡിവോഷണൽ സോങ്സും ഒക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് വർക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. മാപ്പിളപ്പാട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ മലബാർ ഏരിയ ആയതുകൊണ്ട് ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ പാടാനായിട്ട് പറ്റിയിട്ടുണ്ട്. കോഴിക്കോടിലായതുകൊണ്ട് ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഞാൻ ജോൺസേട്ടൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഫിലിം കൈതപ്രം സാറിൻ്റെ ഒരു കാസറ്റ്സ് ഡിവോഷണൽ വർക്കിന് പോയ സമയത്ത് അങ്ങനെ സാറാണ് ജോൺസേട്ടനായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് പ്ലേബാക്കിങ്ങിലായിട്ട് വരുന്നത്. ആ ഒരു റെക്കോർഡിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ട് ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കയറി ചെല്ലുമ്പോൾ സ്റ്റുഡിയോയിൽ എനിക്ക് ആദ്യം നമ്മൾ കുറച്ച് വർക്കുകൾ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ആദ്യം ഞാൻ കുറച്ച് ഡിവോഷണൽ കാസറ്റ്സ് ഒക്കെ ചെയ്തതിൻ്റെ ശേഷമാണ് സാറ് എൻ്റെ വോയിസ് ഇഷ്ടപ്പെട്ടിട്ടാണ് സാറ് പറയുന്നത്. പക്ഷെ പിന്നെ സാറ് പറഞ്ഞ് ട്രാക്ക് പാടാൻ പോവാം എന്നുള്ള രീതിയിലാണ് വിളിച്ചത്. അപ്പോൾ ഒരു പ്രതീക്ഷയൊന്നും ആയിട്ടല്ല പോയത്. അങ്ങനെ ജോൺസേട്ടൻ നമ്മളെപ്പോഴും ആരാധിക്കുന്ന, ആരാധനയോടെ കാണുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണല്ലോ. അപ്പോൾ ജോൺസേട്ടൻ്റെ പാട്ട് പഠിപ്പിച്ചു തന്നു. ജോൺസേട്ടൻ തന്നെയാണ് പഠിപ്പിച്ചു തന്നത്. കാലിക്കറ്റ് മ്യൂസിക് സിറ്റിയിൽ വെച്ചിട്ടായിരുന്നു റെക്കോർഡിങ്. അപ്പം ആദ്യം ഒരു പാട്ട് തലചായ്ക്കാൻ ഒരു താഴ്വാരം, കാവ്യയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് വോയിസ് കൊടുത്തിരിക്കുന്നത്. അത് പാടി. പിന്നെ അത് കഴിഞ്ഞപ്പം ജോൺസേട്ടൻ പറഞ്ഞു ഒരു പുള്ളുവൻ ടൈപ്പ് സോങ് ശ്രീലക്ഷ്മി, അത് അങ്ങനെ ഒരു സ്റ്റോറിയാണല്ലോ, അങ്ങനത്തെ ഒരു കഥയാണല്ലോ. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് വേണ്ടിയിട്ടൊരു പാട്ട്. പിന്നെ അതിനുശേഷം അതിൽ തന്നെ വിദ്യാധര മാഷ്ടർ കൂടെ ഒരു പക്ക പുള്ളുവൻ സ്റ്റൈലില് ഒരു പാട്ട്. അങ്ങനെ 3 പാട്ട്. അതൊന്നും പാട്ട് ഫിലിമിലേക്ക് എടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഒന്നും അല്ല പാടിയത്. പക്ഷെ ജോൺസേട്ടന് ഇഷ്ടമായി. അങ്ങനെ ആ 3 പാട്ടും അങ്ങനെ ഫസ്റ്റ് സിനിമയിലേക്കുള്ള ഒരു. ചെറുപ്പം മുതലേ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പാട്ട് പഠിച്ചിരുന്നു. ഞാനൊരു 4ാം ക്ലാസ്സിലെല്ലാം പഠിക്കുന്ന സമയത്ത് ക്ലാസിക്കൽ പഠിക്കാൻ തുടങ്ങി. വിജയൻ കോവൂർ എന്ന് പറഞ്ഞിട്ട് ഒരു മാഷാണ്. അച്ചമ്മയ്ക്കായിരുന്നു ഏറ്റവും ഇഷ്ടം പാട്ട് പഠിപ്പിക്കണം. അച്ചമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പാട്ടുകളോട്. അപ്പം അങ്ങനെ ക്ലാസിക്കൽ പഠിച്ചു തുടങ്ങി. പിന്നെ ഞാൻ കാലിക്കറ്റ് തന്നെ ഉള്ള ഒരു ദേവി ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തും സ്റ്റാർട്ട് ചെയ്തു ക്ലാസിക്കൽ. പിന്നെ എനിക്ക് എൻ്റെ ഏർലി മാരേജ് ആയിരുന്നു.
അപ്പം ഞാൻ പാലക്കാട് ചെമ്പയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എൻ്റെ കല്യാണം ഉണ്ടായിരുന്നത്. പാലക്കാട് ചെമ്പയിലും പിന്നെ പഠിച്ചിട്ടുണ്ട്. അതെ അതെ, ഇത് ഡിഗ്രി കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് മ്യൂസിക്കിനോട് തന്നെ താല്പര്യം എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഞാൻ പാലക്കാട് ജോയിൻ ചെയ്തു, ചെമ്പയിൽ ജോയിൻ ചെയ്തു. അപ്പൊ ഈ ഡിവോഷണൽ സോങ്സ് ഒക്കെ എപ്പോഴാ പാടി തുടങ്ങി? അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മാരേജിന് ശേഷമാണ് ഞാൻ കാസറ്റ് ഫീൽഡിലേക്കൊക്കെ വരുന്നത്. ഫസ്റ്റ് ഈ പറഞ്ഞ മാതിരി ലോകനാർ കാവിലമ്മയുടെ പാട്ടാണ് പാടുന്നത്. അതിനുശേഷം ഒരു കവിത VT മുരളി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ കൂടെ കവിത പാടി. പിന്നെ എനിക്ക് തോന്നുന്ന ആ ഒരു നമ്മുടെ വോക്കൽ ഇഷ്ടമായിട്ടായിരിക്കും ഒരുപാട് പാട്ടുകൾ പിന്നെ പാടാനായിട്ട് സാധിച്ചു. അപ്പൊ നമ്മള് കോളേജിൽ പഠിക്കുന്ന സമയത്തും ഇങ്ങനെ ഒരുപാട് എന്താ പറയാ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും? ഇല്ല, ഞാൻ സ്റ്റേജ് ഷോസ് ആ സമയത്തൊക്കെ വളരെ കുറവായിരുന്നു. ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോമ്പറ്റീഷൻസിൽ ധാരാളമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അതെ, അന്നൊക്കെ എനിക്ക് മനോരമയുടെ ഒക്കെ ഈ സഖ്യം എന്ന് പറഞ്ഞിട്ട് മനോരമ സഖ്യം, അത് അങ്ങനെ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ യൂത്ത് ഫെസ്റ്റിവൽസ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ലെവലിൽ വരെ പോയിട്ടുണ്ടായിരുന്നു ലളിതഗാനത്തിന്, പാട്രിയോട്ടിക് സോങ്. ഞാൻ പ്രൗഡൻസ് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്, കാലിക്കറ്റ്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളായിരുന്നു. അപ്പം അങ്ങനെ അവിടുന്ന് ഒരുപാട് പിന്നെ നമ്മുടെ ക്ലബ്ബുകളുടെ പരിപാടികൾ, അങ്ങനെ കോമ്പറ്റീഷൻസിൽ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ കോളേജ് ലെവലിൽ 1-2 പ്രാവശ്യം പോയി. പിന്നെ ചെമ്പയിൽ എങ്ങനെയാ വെച്ചാൽ അങ്ങനെ കോമ്പറ്റീഷൻസ് ഒന്നും വലുതായിട്ടില്ല. ഞാൻ ശരിക്കും ചെമ്പയിൽ 2 വർഷം പഠിച്ചിട്ടുള്ളൂ. ഇവിടെ 4 വർഷത്തെ കോഴ്സാണ്, പക്ഷെ 2 വർഷമേ പഠിച്ചുള്ളൂ. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ മാരേജ് കഴിഞ്ഞ് പിന്നെ എനിക്കത് ലീവിൻ്റെ ഒക്കെ ഒരു പ്രശ്നമായി, കുറെ ചുറ്റിത്തിരിഞ്ഞൊക്കെ വന്നപ്പം പിന്നെ എനിക്ക് അറ്റൻഡൻസിൻ്റെ പ്രോബ്ലം ആയിട്ട് പിന്നെ അങ്ങനെ കുറച്ച് പ്രശ്നമായി. അങ്ങനെ പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു, പ്രൈവറ്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു, കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അപ്പോഴും ഡിവോഷണൽ സോങ്സ് സൈഡ് ബൈ സൈഡ് ഇല്ല, ആ സമയത്തൊന്നും ഞാൻ കാസറ്റിൽ വന്നിട്ടേ ഇല്ല. അതിന് എന്റെ മാരേജിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ പാടുന്നതും. ഓൾ ഇന്ത്യ റേഡിയോയില് ഹൈ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആയി. പിന്നെ അങ്ങനെയാണ് ഓരോ വർക്കുകളൊക്കെ ആയിട്ട്. നമ്മുടെ ഇപ്പോൾ വോയിസ് കേൾക്കുമ്പോഴാണല്ലോ ഇന്ന ഒരു സ്ഥലത്തൊരു കുട്ടിയുണ്ട്, നമുക്കൊന്ന് പാടിപ്പിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ഈ റെക്കോർഡിങ്ങിലേക്ക് വരുന്നത്. ഓൾ ഇന്ത്യ റേഡിയോയില് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറെ, എനിക്ക് തോന്നുന്നു പണ്ടത്തെ കുറെ ലെജൻസ്, ഒരുപാട് ദക്ഷിണാമൂർത്തി സാറ് മുതൽക്കുള്ള ആൾക്കാരെ, അത് വലിയൊരു ഭാഗ്യമായിരുന്നു കേട്ടോ. ഞാൻ രാഘവ് മാഷ്, ദക്ഷിണാമൂർത്തി സാറ്, ചിദംബരനാഥ് സാറ്, പിന്നെ പി ഭാസ്കര മാഷിന്റെ പാട്ടുകൾ, ദേവരാജ മാഷ് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ, കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അർജുൻ മാഷ് ഞാൻ കണ്ടു, പാട്ട് പാടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാവരെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരു വലിയൊരു ഭാഗ്യം. അതെ അതെ, എനിക്ക് തോന്നുന്നു അവരുടെ അടുത്ത് വരുന്ന ടിപ്സും ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. അവരെ നമ്മൾ ആ ഒരു എന്താ പറയുക, മ്യൂസിക്കിനോട് കാണിക്കുന്ന ഒരു ഡിവൈൻ, പിന്നെ അച്ചടക്കം, പിന്നെ ടൈമിന്റെ ഒരു ഇത്, പങ്ക്ച്വാലിറ്റി. അപ്പൊ അതൊക്കെ നമ്മൾ അവിടെ നിന്നിട്ട് നേരിട്ട് കണ്ടു പഠിക്കുകയാണല്ലോ. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓൾ ഇന്ത്യ റേഡിയോ. സ്റ്റേജ് ഷോസ് അപ്പൊ ആ സമയത്ത് പിന്നെ ചെയ്തത് ഇല്ല, ആ സമയത്തൊന്നും സ്റ്റേജ് ഷോസ് ചെയ്തിരുന്നില്ല. പിന്നെ ഞാൻ ഈ കാസറ്റ്സ് തന്നെയായിരുന്നു, ഒരുപാട് വർക്കുകളായിരുന്നു അന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വർക്കുകൾ, ഈ MC ഓഡിയോസിന്റെ തന്നെ ഒത്തിരി വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൃഷ്ണന്റെ പാട്ടുകളും ഒക്കെ ആയിട്ട് ഒരുപാട് പാടിയിട്ടുണ്ട്. പിന്നെ ക്രിസ്ത്യൻ ഡിവോഷണൽ ചെയ്തു, പിന്നെ ജിംഗിൾസ് ചെയ്തു, പിന്നെ മാപ്പിളപ്പാട്ടുകൾ ചെയ്തു. ഇതെല്ലാം കാസറ്റ്സ് ആണ്? എല്ലാം കാസറ്റ്സ് ആണ്. ജിംഗിൾസ് ഒക്കെ പിന്നെ പക്ഷെ നമ്മൾ ആഡിന് വേണ്ടി ചെയ്യുന്നതാണല്ലോ. ബാക്കിയെല്ലാം കാസറ്റ്സ് ആയിട്ട് ഒരുപാട് വർക്കുകൾ. ഈ മാപ്പിള സോങ്ങിലേക്ക് വരാനുള്ള ഒരു മാപ്പിള സോങ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാസറ്റ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ മാപ്പിളപ്പാട്ടുകൾ, മലബാർ ഏരിയ ആയതുകൊണ്ട് ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ, മലബാർ സൈഡിലെ മാപ്പിളപ്പാട്ടുകളൊക്കെ സ്വീകാര്യത കൂടുതലായിരുന്നു. അപ്പൊ അതിൽ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് മാപ്പിളപ്പാട്ടിൻ്റെ അറിയപ്പെടുന്നത് ചിലപ്പം ഏഷ്യാനെറ്റിൽ ഞാൻ മൈലാഞ്ചി പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ ജഡ്ജിങ് പാനലിൽ ഉണ്ടായിരുന്നു. 5 വർഷം ഞാൻ അതിന്റെ ജഡ്ജിങ് പാനലിൽ ഇരുന്നിരുന്നു. അപ്പൊ അതൊക്കെ കൂടെ ആയിരിക്കും കൂടുതൽ ആളുകൾ എന്നെ ആദ്യം അറിഞ്ഞിരുന്നത് മാപ്പിളപ്പാട്ട്. എനിക്ക് വളരെ ഇഷ്ടം കേട്ടോ മാപ്പിളപ്പാട്ട്, അതിന്റെ ഒരു ഫോക്ക് സ്റ്റൈലും അതിനൊരു പ്രത്യേക ഒരു ലാളിത്യം തന്നെയാണ്, നാടൻ പാട്ടുകളൊക്കെ ആയിട്ട്. അപ്പം ഞാൻ ഒരുപാട് നല്ല പാട്ടുകൾ പാടാനും സാധിച്ചിട്ടുണ്ട്. അന്നൊക്കെ
ഒത്തിരി നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഒരുപാട് മ്യൂസിഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യും. മാപ്പിളപ്പാട്ടിൽ തന്നെ നല്ല നല്ല മ്യൂസിഷ്യൻസ് ഉണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് അവരുടെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഡിക്ഷൻ എങ്ങനെയാണ് മാപ്പിളപ്പാട്ട് പാടുമ്പോൾ ചേച്ചി അത് എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തത്? ആദ്യം ഭയങ്കര പ്രശ്നമായിരുന്നു ഈ അല്ലാ എന്ന് വിളിക്കുന്ന സമയത്ത് ഖൽബ്. അപ്പോൾ അതൊക്കെ എനിക്ക് കിട്ടില്ലായിരുന്നു ഫസ്റ്റ്. പിന്നെ അവർ പറഞ്ഞു തന്നു ഈ നാവ് ഇങ്ങനെ വെച്ചിട്ട് പാടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് പാടിയിരുന്നത്. അത് കുറച്ച് നല്ലൊരു ഡിക്ഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ പാട്ട് കംപ്ലീറ്റ് അതെ ചില വേർഡ്സ്, അവരുടെ ചില വേർഡ്സ് നമുക്ക് അറബിക് വേർഡുകളൊക്കെ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് ചില കറക്ഷൻസ് ഒക്കെ വരാറുണ്ട്. അത് അവർ പറഞ്ഞു തരും നമുക്ക്. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, പിന്നീട് ശരിയായി. അത് നമുക്കൊരു 4 വരി ഒരു മാപ്പിളപ്പാട്ട് കേട്ടാലോ ചേച്ചി? മാപ്പിളപ്പാട്ട് അല്ലേ? മാപ്പിളപ്പാട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ കുറേ മെലഡി പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അതിൽ അന്ത്യദൂതരെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് വളരെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വാഹ ഭത്തിൻ കൂട്ടത്തിൽ ഒരുവളായിരുന്നെങ്കിൽ ഞാൻ അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ. ഈ പാട്ട് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എൻ്റെ സൗണ്ട് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഒരുപാട് യാത്രകളും എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഇതായത്. അതെ, ഇപ്പൊ തന്നെ ചേച്ചി വരണത് തന്നെ സമം എന്നുള്ളൊരു ഓർഗനൈസേഷൻ, സമത്തെ കുറിച്ച് പറയൂ. സമം നമ്മുടെ പ്ലേബാക്ക് സിംഗേഴ്സിന്റെ ഒരു സംഘടനയാണ്. അത് ഞങ്ങൾ ഒരുപാട് അംഗങ്ങളുള്ള 75 അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. അപ്പം ഞങ്ങൾക്ക് ഈ സമത്തിൻ്റെ മീറ്റിങ്ങിനെക്കാട്ടും കൂടുതൽ ഞങ്ങളെ ഒത്തുചേരുന്ന ഒരു സന്തോഷമാണ്. അതിൻ്റെ എക്സിക്യൂട്ടീവ്, ഞാൻ അതിൽ എക്സിക്യൂട്ടീവ് അംഗമാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ആണെങ്കിലും പിന്നെ നമ്മുടെ ജനറൽ ബോഡിയൊക്കെ ആണെങ്കിലും നമ്മളെല്ലാവരും, ദാസേട്ടനാണ് നമ്മുടെ പാറ്റേൺ ആയിട്ടുള്ളത്, ചിത്ര ചേച്ചി, സുജാത ചേച്ചി, ഉണ്ണിമേനോൻ ചേട്ടൻ എല്ലാവരും ഉണ്ട്, ബിജു ചേട്ടൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഒരു വലിയൊരു സന്തോഷമാണ്. പിന്നെ അതായത് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൺമറഞ്ഞു പോയ ആളുകളാണെങ്കിലും ലിറിക്കിസ്റ്റുകളാണെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇപ്പം ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ വേണ്ടി നമ്മൾ ഗുരുവന്ദനം എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ്, പിന്നെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അല്ല, അത് വളരെ നല്ലതാണ്. കാരണം എനിക്ക് തോന്നുന്നു പഴയ കാലത്തുള്ള റെക്കോർഡിങ്സിലും നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇപ്പൊ നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് കാണാൻ പറ്റില്ല. ഒരു പകുതി പാടിക്കഴിഞ്ഞ് പോയി ആ ഒരു എന്താ പറയാ ഒരു യൂണിറ്റ് വരുന്നില്ല. പണ്ട് ഞാൻ റെക്കോർഡിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് പണ്ടെല്ലാം ഇൻസ്ട്രുമെന്റ്, നമ്മളെ ട്രാക്ക് വേറൊരാളല്ലായിരുന്നു പാടാറ്. നമ്മൾ പാടുന്ന സമയത്ത് നമ്മൾ പഠിപ്പിക്കും, അത് അവരുടെ കൂടെ തന്നെ പാടും. നമ്മളെല്ലാവരും ഓർക്കസ്ട്രക്കാരും അതിൻ്റെ കൂടെ റിഹേഴ്സൽ ചെയ്യും. അപ്പോൾ എല്ലാവരുമായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ട്രാക്ക് പാടി വെക്കും, നമ്മൾ ജസ്റ്റ് ഒന്ന് പോകും, പാടും, വരും. പണ്ട് അപ്പം തന്നെ പാട്ട് തന്ന് പഠിപ്പിക്കുകയാണോ അതോ നേരത്തെ? അല്ല, പാട്ട് നമുക്ക് അപ്പം തരികയാണ് ചെയ്യാറ്. ആ സമയത്ത് പാട്ട് പഠിപ്പിച്ച് നമ്മളെ അവിടുന്ന് റിഹേഴ്സലും ഒറ്റ ടേക്കിൽ. ഓൾ ഇന്ത്യ റേഡിയോയിൽ നമ്മൾ ഒറ്റ ടേക്കിലാണ് പാടാറ്. അവിടെ പിന്നെ കട്ട് ആൻഡ് പേസ്റ്റ് ഒന്നുമില്ല. അവിടെ ഒറ്റ ടേക്കിൽ തന്നെ പാടണം. നമ്മൾ ഒരാൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ഫുൾ ഇൻസ്ട്രുമെന്റ്സ് ആദ്യം തൊട്ട് തന്നെ സ്റ്റാർട്ടിങ് മുതലേ എടുക്കണം. അത് നോക്കുകയാണെങ്കിൽ ഇപ്പം ടെക്നോളജി ഒരുപാട് ഓരോ ലൈൻസ് ആയിട്ട് എടുക്കാം, ഓരോ വാക്കുകളായിട്ട് എടുക്കാം. അങ്ങനെ ഇപ്പം ഒരുമിച്ച് പാടേണ്ട ആവശ്യമില്ല. അതിന് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പാടാം. അങ്ങനെ ഇന്ന സ്റ്റുഡിയോയിൽ തന്നെ പാടണം എന്നൊന്നുമില്ല. നമുക്ക് ഏത് സ്ഥലത്ത് നിന്ന് വേണമെങ്കിലും നമ്മളെ വോക്കലിൽ പാടി അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. നേരത്തെ ആങ്കറിംഗ് ആയിരുന്നു ചേച്ചി, പിന്നെ അത് കഴിഞ്ഞിട്ട് ആങ്കറിംഗിലോട്ട് വന്നിരുന്നല്ലോ. എനിക്കൊന്ന് ഏഷ്യാനെറ്റിന്റെയും ജയ്ഹിന്ദ് ചാനൽ. ഇല്ല, ജയ്ഹിന്ദിൽ ഞാൻ ആദ്യം ജീവൻ ആങ്കർ ചെയ്തിരുന്നു. അതൊക്കെ മ്യൂസിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഷോസ് ആയിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ജയ്ഹിന്ദിൽ ആങ്കർ ചെയ്തിരുന്നു. അങ്ങനെ ഒരു 4-5 ഷോസ് ഞാൻ ആങ്കർ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ലെവലായിരുന്നു എനിക്ക് തോന്നുന്നത് ജഡ്ജിങ് പാനലിലേക്ക് വന്നു. അപ്പൊ അതൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആങ്കറിങ് എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്ത പ്രോഗ്രാം, എനിക്ക് തോന്നുന്നത് ജയ്ഹിന്ദ് മാത്രമായിരുന്നു ഞാൻ അങ്ങനെ ഒരു ഫുൾ ടൈം ആങ്കറിങ് ആയിട്ട് ചെയ്തത്. ഒരു മ്യൂസിക് റിയാലിറ്റി ഷോ ഉണ്ട്. മറ്റേതൊക്കെ എന്താ വെച്ചാൽ ഇപ്പം ഇൻ്റർവ്യൂസ്,
പിന്നെ മ്യൂസിക് റിലേറ്റഡ് ഷോസ് ആയിരുന്നു. അപ്പൊ നമുക്ക് അതിനെ പറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഗീതത്തിന്റെ വിഷയത്തെ പറ്റി തന്നെ നമ്മൾ പറയുന്നു, നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ അവതരിപ്പിക്കുന്നു, അങ്ങനത്തെ പ്രോഗ്രാംസ് ആയിരുന്നു ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒരു ആങ്കറിങ് അല്ല, വേറെ പാട്ടിനോട് ബന്ധപ്പെട്ട പ്രോഗ്രാംസ് ആയിരുന്നു അധികം ചെയ്തിരുന്നത്. പിന്നെ വരുന്നത് ജഡ്ജിങ് പാനലിലേക്കാണ് വരുന്നത്. ഞാൻ മൈലാഞ്ചി ആയിരുന്നു ഞാൻ ഇരുന്നത്. അത് ഒരുപാട് ആളുകൾ, പ്രേക്ഷകർ, ഇപ്പം നമ്മൾ ഇത്രയും പാട്ട് പാടിയിട്ടും എന്നെ ആളുകൾക്ക് അറിയില്ലായിരുന്നു ഇന്ന ആളാണ് പാടിയത് എന്നുള്ളത്. നമ്മൾ കാസറ്റ്സിലൊക്കെ നമ്മുടെ തലകളുണ്ടാവും എന്നല്ലാതെ. പക്ഷെ ഈ ഒരു പ്രോഗ്രാം ചെയ്തതോട് കൂടിയിട്ട് ഒരുപാട് ആള് നമ്മളെ കാണാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു അപ്പോഴേക്ക് ടെക്നോളജി കുറച്ചും കൂടെ ഇങ്ങനെ മാറി തുടങ്ങി, കുട്ടികൾ വന്നു തുടങ്ങി, ഒരുപാട് കുട്ടികൾ വന്നു തുടങ്ങി. പിന്നെ നമ്മളെ ഒരു വീട്ടിലെ അംഗത്തെ പോലെ തന്നെ കാണാൻ തുടങ്ങി. പലപ്പോഴും ഒരു വലിയൊരു സ്നേഹമാണ്. ഞാൻ പുറത്ത് ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്, UAE-യിലൊക്കെ ആയിട്ട് ഒത്തിരി ഷോസ്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്കൊക്കെ നമ്മളെ വലിയ ഇഷ്ടമാണ്, നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ കണ്ടിട്ടുള്ള ഇഷ്ടമാണ് അവരുടെ. പിന്നെ ഞാൻ കൈരളിയിൽ ചെയ്തിട്ടുണ്ട്, സി കേരളം സരിഗമപാൽ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാംസ് കണ്ണൂർ ഷെരീഫിന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഈ പറഞ്ഞമാതിരി ഞങ്ങൾ ഈ ഏഷ്യനെറ്റിന്റെ ഷോ ചെയ്യുന്ന സമയത്ത് 97-ലാണ് ഞാൻ ഭൂതക്കണ്ണാടിയൊക്കെ പാടുന്നത്. 94 മുതൽക്ക് ഞാൻ ഈ കാസറ്റ് ഫീൽഡിലേക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ അവിടുന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എൻ്റെ ഈ ഒരു സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങിയത്. ഷെരീഫിൻ്റെ കൂടെ ഒരുപാട് പുറത്ത് ഷോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഞങ്ങളുടെ പ്രോഗ്രാം ചെയ്തിരുന്നത് മിഡിൽ ഈസ്റ്റ് ആയിരുന്നു, ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് ഷോസ് നമുക്ക് അവിടെ ഉണ്ടാവാം. GCC ധാരാളം പ്രോഗ്രാംസ് എല്ലാ കൺട്രീസിലും അങ്ങനെയല്ല, അങ്ങനത്തെ ഷോസ് ഉണ്ടാവാറുണ്ട്. ചിലപ്പം നമ്മുടെ ഇപ്പോൾ റംസാൻ റിലേറ്റഡ്, ഈദ് അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ അവർക്ക് മാപ്പിളപ്പാട്ടുകൾ തന്നെയാണ് ഇഷ്ടം. അല്ലാതെ നമ്മളിപ്പോൾ ജോൺ സെറ്റിൻ്റെ പാട്ടുകൾ മാത്രമായിട്ടുള്ള ഷോയ്ക്ക് പോയിട്ടുണ്ട്, രവീന്ദ്ര മാഷിൻ്റെ പാട്ടുകൾ മാത്രമായിട്ടുള്ള ഷോ ഉണ്ട്. അല്ലാതെ ഇപ്പം നമ്മുടെ എല്ലാവരുടെയും പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതിലൊക്കെ നമ്മൾ അല്ലാത്ത പാട്ടുകളും പാടാറുണ്ട്. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന സോങ് ചേച്ചി പോകുമ്പോൾ ഏതായിരിക്കും? ഇപ്പം ഗൾഫ് കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു സോങ് മാപ്പിളപ്പാട്ടുകളാണ് കൂടുതൽ. അവിടെ അത്രയും ഞാൻ പറഞ്ഞ പോലെ ഈ 2 ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട് നമ്മളെ മാപ്പിളപ്പാട്ടുകളുടെ പ്രോഗ്രാംസ് ആയിട്ടുള്ളത് തന്നെ. ഇപ്പം ഈദ് ടൈമിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കാണാനും, അവർക്ക് പ്രവാസികളല്ലേ, അപ്പം നമ്മളെ പാട്ടുകൾ കേൾക്കാനും അവരൊരു ആഘോഷം പോലെയാണ് കാണാറ്. അപ്പം അങ്ങനെ അവർ മാപ്പിളപ്പാട്ടുകൾ തന്നെയാണ് പാടാൻ വരാറ്. അല്ലാത്ത സമയത്ത് മെലഡി സോങ്സും എല്ലാം മിക്സ് ചെയ്തിട്ട് തന്നെയാണ് പാടാറുള്ളത്. അറബിക് സോങ്സ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? അറബിക്ക് ഞാൻ പാടിയിട്ടില്ല. എനിക്ക് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് അറബിക് സോങ്സ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ പാടിയിട്ടില്ല. അതിന്റെ ഡിക്ഷൻ നമുക്കത് തെറ്റിപ്പോവോ എന്നുള്ളൊരു പേടിയാണ്. അത് കറക്റ്റ് അവരുടെ അർത്ഥങ്ങളെ വ്യത്യാസം വരുമോ, എന്തെങ്കിലും ഡിക്ഷൻ തെറ്റിപ്പോയാൽ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് അങ്ങനെ അറബിക് സോങ് ഉള്ള സിംഗേഴ്സിനെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സിംഗേഴ്സിൽ തന്നെ ധാരാളം ആളുകൾ പാടുന്നവരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ പാടുന്നവരുണ്ട്. മഞ്ജരിയൊക്കെ മഞ്ജരിയെല്ലാം മഞ്ജരി പാടാറുണ്ട്, ജോത്സ്ന പാടാറുണ്ട്. അവരൊക്കെ ഓൾറെഡി പിന്നെ അവിടെ ഒരു ബേസും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഈസി ആവും ഡിക്ഷന്റെ കാര്യത്തില്. ഡിവോഷണൽ സോങ്സ് ചേച്ചി ഒരുപാട് പാടി. എത്രത്തോളം പാടിയിട്ടുണ്ടാവും ഡിവോഷണൽ? ക്രിസ്ത്യൻ ഡിവോഷണലും എല്ലാം കൂടി ഒരു 2000 പാടിയിട്ടുണ്ടാവും. 2,000-3,000 ഉണ്ടാവും. കണ്ണനെ വെച്ചിട്ടൊക്കെ കുറെ പാട്ടുകൾ ഒരുപാട് ഞാൻ പാടിയത് MC ഓഡിയോസിന്റെ പാട്ടുകളാണ്. അതിൽ എനിക്ക് ചിരി തൂകി കളിയാടി വാവാ കണ്ണാ എൻ ഗുരുവായൂരമ്പാടി കണ്ണാ വാവാ, ചിരി തൂകി കളിയാടി വാവാ കണ്ണാ എൻ ഗുരുവായൂരമ്പാടി കണ്ണാ വാവാ, കണ്ണാ 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 കണ്ണാ. ഇത് ഞാൻ MC-ക്ക് വേണ്ടിയിട്ട് ആദ്യകാലങ്ങളിൽ പാടിയ പാട്ടാണ്. പിന്നെ MC-ക്ക് വേണ്ടിയിട്ട് ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട്. ജ്ഞാനപ്പാന പാടിയിട്ടുണ്ട്, പിന്നെ ചോറ്റാനിക്കര അമ്മയ്ക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട്. എനിക്കറിയില്ല, ഒരുപാട് പാട്ടുകൾ. ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സും പാടിയിട്ടുണ്ട്. ഒരുപാടല്ല, എന്നാലും അവിടെയും ഇതേപോലെ കാലിക്കറ്റുള്ള ടീമിന്റെ വർക്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പാടിയിട്ടുണ്ട്.
പിന്നെ ഈ പറഞ്ഞ മാതിരി പിന്നെ വരുന്നത് മാപ്പിള പാട്ടുകളാണ്. പിന്നെ കൂടുതൽ മാപ്പിള പാട്ടുകളാണ് പാടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോഴിക്കോട് എന്ന് പറയുമ്പോൾ തന്നെ സംഗീതത്തിന്റെ, കോഴിക്കോട് ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെ സംഗീതം അല്ലേ, അത്രയും മെഹഫിൽസ്, ഒരുപാട് മെഹഫിൽസ് ഉണ്ട്. പിന്നെ അവിടുത്തെ ടൗൺ ഹാളും ടാഗോറിലൊക്കെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു ജ്വരം തന്നെയാണ്. അവിടുന്ന് ടൗൺ ഹാളിലൊക്കെ ഒരു പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഈ പറഞ്ഞ മാതിരി ഓഡിയൻസായിട്ട് ഭയങ്കരമായിട്ടൊരു നമ്മൾ അടുത്ത് പാടാന്ന് അറിയില്ലേ, അങ്ങനത്തെ ഒരു ഇതാണ് അവിടെയൊക്കെ പാടുന്ന സമയത്ത്. അവർക്ക് ബാബുക്കയുടെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ രാഘവമാഷ്ട പാട്ടുകൾ, ഇതൊക്കെ വലിയ ഇഷ്ടപ്പെടുന്ന ആളുകൾ. ഈ മെഹഫിൽസ് ഒക്കെ കൂടുതലായിട്ടും ബാബുക്കയുടെ പാട്ടുകളാണ്. പല പല കൂട്ടങ്ങളായിട്ട് ഹാർമോണിയം തബലയും മാത്രം വെച്ച് ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് കോഴിക്കോട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ബാബുരാജ് സാറും റഫീഖ് സാഹിബും ഒക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ന്യൂ ജൻ ആൾക്കാർക്ക് പോലും റഫീഖ് സാബും ബാബുക്കയുടെ ഒക്കെ പാട്ടുകളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കോഴിക്കോട്. ഇപ്പോഴും ആരാധനയോടെ അത് അല്ലേ കേട്ടു. കുട്ടികൾ ടൗൺ ഹാളിലൊക്കെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിങ്ങി നിറയും ആളുകൾ. ടൗണിന്റെ നടുക്കാണല്ലോ അത് ആ ഒരു ഹാള് വരുന്നത്. അപ്പം ഭയങ്കരമായിട്ട് തിങ്ങി നിറഞ്ഞ ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിന്നിട്ട്, അതും അത് ചില പ്രോഗ്രാംസൊക്കെ ആസ്വദിക്കാനായിട്ട് വരുന്ന ആളുകളുണ്ട്. അതായത് വളരെ എത്ര ടൗൺ ഹാളിൽ പ്രോഗ്രാംസ് വെച്ച് കഴിഞ്ഞാലും കാണാനായിട്ട് വരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ സന്തോഷം ഈ ഒരു പാട്ടുകൾ കേട്ടിട്ടും അതിന് മതിമറന്ന് ഡാൻസ് കളിച്ചിട്ടൊക്കെയാണ്. പക്ഷെ നമുക്കൊന്നും ഒരു ഉപദ്രവമില്ലാത്ത രീതിയിലാണ് എൻജോയ് തീർച്ചയായിട്ടും. കോഴിക്കോട് മലബാർ സൈഡൊക്കെ എനിക്ക് തോന്നുന്നു മാപ്പിളപ്പാട്ട് മാത്രം കേൾക്കണ വീടുകളും ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെയാണ് തോന്നുന്നു അതിനെ കാറ്റഗറി ചെയ്തിട്ട് ഇങ്ങനെ കല്യാണ പാട്ടുകളായിട്ടും എന്താ പറയാ കവർ സോങ്സ്, ആൽബം സോങ്സ്. പിന്നെ അത് മാറി അതിന്റെ ഒരു, പിന്നെ ആൽബം സോങ്സിലേക്ക് വന്നു. അത് പിന്നെ ട്രെൻഡ് മാറിയിട്ട് പിന്നെ കുറേ ആൽബം സോങ്സിന്റെ പ്രണയഗാനങ്ങൾ, വിരഹഗാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ട്രെൻഡായിരുന്നു. പിന്നെന്താ പറയുന്നത്, ഓരോ കാലത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കണല്ലോ പാട്ടുകളൊക്കെ. അപ്പൊ അങ്ങനെ പോവാണ്. കോഴിക്കോട് എന്ന് പറയുമ്പോ ഭക്ഷണത്തിന്റെ കാര്യത്തിലും വെറൈറ്റീസ് ആണ് അവിടെ ഉള്ള. ചേച്ചിയുടെ ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. മലബാർ ബിരിയാണി. മലബാർ ബിരിയാണി ചേച്ചി കുക്കിംഗ് ചെയ്യും. ഇഷ്ടമാണ്, കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. നന്നായിട്ട് ചെയ്യും. കഴിച്ചവര് പറയുന്നു നന്നായിട്ട് ചെയ്യും. ഇപ്പൊ ഈ പുറത്ത് പ്രോഗ്രാമിന് പോകുമ്പോഴൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഒക്കെ ചെയ്യാറുണ്ടോ സൗണ്ടിന് വേണ്ടിയിട്ടൊക്കെ? തണുത്തത് അധികം കഴിക്കാറില്ല. എനിക്ക് പുളിയുള്ള സാധനങ്ങൾ അധികം കഴിക്കാൻ പറ്റില്ല. അത് വേഗം അസിഡിറ്റി ഫോം ചെയ്യും എനിക്ക്. പുളിയുള്ളത് പൊതുവെ കുറയ്ക്കും. പിന്നെ ഓയിൽ, എണ്ണ അങ്ങനെ കഴിക്കാറില്ല. തണുത്തതാണ് നമുക്ക് എപ്പോഴും നമ്മുടെ വോയിസ് സൂക്ഷിക്കേണ്ടതല്ലേ. തണുത്തത് കുറയ്ക്കും, അധികം കഴിക്കും. ഈ പാട്ടല്ലാണ്ട് വേറെ എന്തൊക്കെയാ ഹോബീസ് ഉള്ളത്? എനിക്ക് ഗാർഡനിങ് എനിക്കിഷ്ടമാണ്. പിന്നെ വീട് ഭയങ്കര വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയൊരു, അത് മോളോട് ചോദിച്ചാൽ അറിയാതിരിക്കും. അപ്പൊ കുറച്ച് ചെറിയൊരു ഇതില്ല. എനിക്കിങ്ങനെ എന്താ പറയാ, വലിച്ചു വാരിടുന്നതൊന്നും ഇഷ്ടമല്ല. ആദ്യമേ ഇഷ്ടമല്ല. അതൊക്കെ ഇങ്ങനെ അടുക്കും ചിട്ടയായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ പാചകം വലിയ ഇഷ്ടമാണ്. കുക്കിംഗ് ഇഷ്ടമാണ് നന്നായിട്ട്. ഈ എനിക്ക് തോന്നുന്ന ചേച്ചിയുടെ സ്റ്റേജ് പെർഫോമൻസോ അല്ലെങ്കിൽ വീഡിയോസും കാണുമ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കണ ചേച്ചിയുടെ ഡ്രസ്സിങ് ആവട്ടെ, ആക്സസറീസ് ആവട്ടെ. കാരണം പിന്നെ സത്യം പറഞ്ഞ പാട്ട് ശ്രദ്ധിക്കുക. പണ്ട് മുതലേ ചേച്ചിക്ക് അങ്ങനത്തെ ഒരു, ചേച്ചി ഭയങ്കര എലഗന്റ് ആയിരിക്കും ഓരോ സ്റ്റേജിലും. അപ്പൊ അതെങ്ങനെയാ ചേച്ചി, അതിന് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണോ? അതോ ഷോപ്പിംഗ് നമുക്ക് എന്തായാലും നമ്മുടെ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിംഗ് ആവശ്യമാണത്. അപ്പം ഇങ്ങനെ അതിനിഷ്ടമാണ്. എനിക്ക് എത്രയും സമയം അതിനിങ്ങനെ കളയാനായിട്ട് ഇഷ്ടം. ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ചുരിദാർ. എനിക്ക് തോന്നുന്നു സാരിയിൽ അങ്ങനെ സാരി ഞാൻ വളരെ കുറവാണ്. ഞാൻ ഷൂട്ടിനൊക്കെ ചില സമയത്ത് പിന്നെ ഡിവോഷണൽ വർക്കുകൾ അങ്ങനത്തെ മാത്രമേ സാരി. കംഫർട്ടബിൾ ചുരിദാർ. അതെ, കംഫർട്ട്. നമുക്ക് സ്റ്റേജിലൊക്കെ എപ്പോഴും എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ചുരിദാറാണ്. മോഡലിംഗ് അങ്ങനെയൊക്കെ കോളേജ് സമയത്തൊക്കെ ചെയ്തിരുന്നോ? ഇല്ല, അതൊന്നും ചെയ്തിട്ടില്ല. മോഡലിംഗ് സിനിമയിലേക്ക് അങ്ങനെ ചാൻസ് ഒന്നും ചേച്ചിക്ക് വന്നിട്ടില്ല? ഇല്ല. ആദ്യം ഇങ്ങനെ ഈ പരസ്യ ചിത്രങ്ങൾക്കും അങ്ങനെയൊക്കെ വിളിച്ചിരുന്നു. പക്ഷെ എനിക്ക് അതിനോടൊരു താല്പര്യമില്ല. ഒന്നാമത് എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ എനിക്ക് വലിയ നിശ്ചയമില്ല. അതുകൊണ്ടായിരിക്കും. പിന്നെ നമ്മൾ പാടിയ പാട്ടുകളൊക്കെ ഒന്ന് ലിപ് സിങ്ക് ചെയ്യാനും, പിന്നെ അത് അങ്ങനെ
നമ്മളോട് എന്താ പറയാ അങ്ങനെ അത്രയും ഇതായിട്ടുള്ള ചില വർക്കുകളൊക്കെ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. അതും ഞാൻ അവരോട് പ്രത്യേകം പറയും, എന്നെ കൂടുതൽ അഭിനയിപ്പിക്കരുത്. എനിക്ക് ആദ്യം ശരിക്കും പറഞ്ഞാൽ ഒന്ന് നടക്കാൻ വരെ ഭയങ്കര ഇതായിരുന്നു. നമ്മളിങ്ങനെ നടന്നൊക്കെ പാടില്ലേ, അപ്പൊ അതിൽ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും എനിക്ക്. ഞാനിങ്ങനെ നടക്കുമ്പം ഞാൻ എന്തോ ഇങ്ങനെ ഒരു ഇത് പോണമാരിയൊക്കെ എനിക്ക് തോന്നാറുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ കൂടുതലായിട്ട് നമ്മൾ ക്യാമറയായിട്ട് ഇങ്ങനെ യൂസ്ഡ് ആയ സമയത്ത് പിന്നെ കുറച്ചും കൂടി ഒന്ന് ഫ്രണ്ട്ലി ആയി ആ ഒരു ഇത്. ആദ്യം എനിക്ക് ശരിക്കും ഒരു എന്തോ ഒരു ആരോ പറഞ്ഞൊക്കെ ചെയ്യിക്കുന്ന പോലെയായിരുന്നു എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ചില മാപ്പിള സോങ്സ് ഒക്കെ പാടുമ്പോൾ നമുക്ക് തന്നെ സ്റ്റേജിൽ നിന്നിട്ട് പെർഫോം ചെയ്യാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ ചെറിയ ചെറിയ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ ഇടും. എന്താ വെച്ചാൽ ആദ്യമൊന്നും നമുക്ക് അങ്ങനെ ഒരു എന്നാലും ഞാൻ അങ്ങനെ പെർഫോം ചെയ്ത് പാടുന്ന ഒരു സിംഗർ അല്ല കേട്ടോ. അങ്ങനെ ഓടി അങ്ങനെ ആളുകളുടെ ഇടയിലേക്ക് ചെന്ന് അവരങ്ങനെ രസിപ്പിച്ച് പാടുന്ന ഒരാളല്ല. ആദ്യമേ ഞാൻ ഇങ്ങനെ വളരെ ഒതുങ്ങി നിന്ന് പാടുന്നതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ ഒരു ഇങ്ങനെ ഒരു സ്റ്റഡിയായി നിൽക്കുന്ന ഒരാളെ പാട്ട് കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല, പെർഫോമറാണ്. പക്ഷെ നമ്മളൊക്കെ ചെറിയ രീതിയിൽ ഒരു ആ ആളുകളായിട്ടൊക്കെ ചെറിയ ഇൻട്രാക്ഷൻസ് ഒക്കെ വരുത്തി അങ്ങനെ പാടുന്ന ഒരു രീതിയിലേക്കൊക്കെ ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നൊക്കെ നമ്മുടെ കൂടെയൊക്കെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണല്ലോ പാടുക. അപ്പോൾ അവരൊക്കെ നല്ല ഡാൻസേഴ്സ് ആണ്. ഇപ്പോഴത്തെ കുട്ടികൾ പാട്ടും ഡാൻസും എല്ലാം തകർക്കുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നത് അത് സിംഗിങ്ങിൽ മാത്രമല്ല, ഇപ്പൊ കല്യാണത്തിലാണെങ്കിലും ബ്രൈഡ് തന്നെ വന്നിട്ടുണ്ട്. അതെ അതെ ആ ഒരു കാലഘട്ടത്തിലോട്ട് മാറിയല്ലോ. അതർ ലാംഗ്വേജസ് ഒക്കെ ഏതൊക്കെയാ പാടിയിട്ടുള്ളത്? അതർ ലാംഗ്വേജസ് ഞാൻ കന്നഡ പാടിയിട്ടുണ്ട്, തെലുങ്ക് പാടിയിട്ടുണ്ട്. അധികം ഒന്നും പാടിയിട്ടില്ല, കുറച്ചൊക്കെ പാടിയിട്ടുള്ളൂ. പിന്നെ ഇത് ഈ മൊഴിമാറ്റ ചിത്രങ്ങളുണ്ടല്ലോ അതിൽ പാടിയിട്ടുണ്ടായിരുന്നു, 2-3 അങ്ങനത്തെ ഫിലിംസ് പാടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഇതിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജോൺ സേട്ടനാണെങ്കിലും ഇപ്പം പറഞ്ഞ പോലെ രാഘവ് മാഷ്, ദക്ഷിണാമൂർത്തി സാറ്, പിന്നെ രവീന്ദ്ര മാഷിന്റെ കൂടെയുള്ള വർക്ക് എനിക്ക് മറക്കാൻ പറ്റില്ല. ഇതാണ് വടക്കുനാഥനിലെ പാഹി പരമ്പൊരുളെ ആ പാട്ടാണ്. മഞ്ജരി രവീന്ദ്ര മാഷിന്റെ കൂടെ രവീന്ദ്ര മാഷിന്റെ സൗണ്ട് ഉണ്ടല്ലോ ലാസ്റ്റ്, ശംഭോ പാടുന്ന ശിവശംഭോ പാടുന്നത് സാറ് കൂടെ പാടുന്നതാണ്. അത് കാലിക്കറ്റ് തന്നെയായിരുന്നു അതിന്റെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നത്. അതൊരു 4 പേര് ചേച്ചി. ഫസ്റ്റ് സോങ് അല്ലല്ല, അത് ഞാൻ ഒരു 6-7 ഫിലിംസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മഞ്ജരിയുടെ കൂടെ. അതൊരു ഫീമെയിൽ ഡ്യുവറ്റ് ആണ് അത്. പാഹി പരമ്പൊരുളേ ശിവ ശിവനാമ ജപ പൊരുളേ, പാഹി പരമ്പൊരുളേ ശിവ ശിവനാമ ജപ പൊരുളേ, വരവർണ്ണിനി ശുഭകാമിനിയുമതൻ പദയൽ, വരവർണ്ണിനി ശുഭകാമിനിയുമതൻ പദയൽ, ചന്ദ്രകലാധര സങ്കടനാശക സന്തതമുണരുക നീ, ശിവ 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 ശംഭോ ശംഭോ ഹര 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 ശംഭോ, ശിവ 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 ശംഭോ ശംഭോ ഹര 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 ശംഭോ, പാഹി പരമ്പൊരുളേ ശിവ ശിവനാമ ജപ പൊരുളേ. അത് നല്ല ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടും കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ ആര് പാടണം എന്നുള്ള ടോക്കണൊക്കെ. അതെ അതെ, അത് ഞങ്ങള് രണ്ടുപേരും മഞ്ജരിയും തുടക്കക്കാരി തന്നെയായിരുന്നു. അപ്പം മാഷിക്ക് ഞങ്ങളെ രണ്ടുപേരെയും ബുദ്ധിമുട്ടിക്കരുതെന്നുണ്ടായിരുന്നു. ഒരാളെ ആദ്യം പാടിപ്പിച്ചപ്പോൾ സാറ് പറഞ്ഞു നമുക്കൊരു കോയിൻ ടോസ് ഇട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാവം ടോസ് ഇട്ടിട്ട് നോക്കി വളരെ ഞങ്ങളെ കൂളാക്കിയിട്ടായിരുന്നു. നമുക്ക് ഭയങ്കര പേടിയായിരുന്നു രവീന്ദ്ര മാസ്റ്റർ ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും സ്ട്രിക്റ്റ് ആണോ? സാറിന്റെ കൂടെ ആദ്യം ഞാൻ വർക്ക് നരസിംഹത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് കോറസ് പോർഷൻസും പിന്നെ ചിത്രചേച്ചിക്ക് വേണ്ടിയിട്ട് ട്രാക്കും ഒക്കെ പാടിയിട്ടുണ്ട്. കാലിക്കറ്റിൽ നിന്നായിരുന്നു അതിൻ്റെ റെക്കോർഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നൊക്കെ സാറ് നമ്മൾ വളരെ ഭയങ്കര രസമായിരുന്നു അന്ന്. ആ സമയത്തൊക്കെ നമുക്ക് പേടിയായിരുന്നു സാറിൻ്റെ അടുത്ത് പാടുന്ന സമയത്ത്. പക്ഷെ നമ്മളെ വളരെ കൂളാക്കിയിട്ടാണ് സാറ് പാടിപ്പിക്കാറ്. ഈ വടക്കുനാഥന് വന്നപ്പോൾ നമ്മുടെ പാട്ട് ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് ഫിലിമിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ അതിൽ കൂടുതൽ പേടിയായിരുന്നു. കോറസ് പാടുന്ന പോലെ അല്ലല്ലോ നമ്മുടെ ഒരു വോയിസ് സ്ട്രെയിറ്റ് ആയിട്ട് പാടുക എന്ന് പറയുന്ന സമയത്ത്. പക്ഷെ വളരെ ഞങ്ങളോട് ഭയങ്കര രണ്ടുപേരോടും വളരെ ഞങ്ങളെ കംഫർട്ടബിൾ ആക്കി അങ്ങനെയൊക്കെയാണ് പാടിയത്. എവിടെയെങ്കിലും ഇംപ്രൂവ് ചെയ്യാനൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിലൊക്കെ അതൊക്കെ ഫ്രീഡം തന്നിരുന്നു. പിന്നെ ഇതൊരു ഭജൻസ് മോഡൽ ആയതുകൊണ്ട് അധികം ഇംപ്രവൈസേഷൻസ് ഒന്നും വേണ്ടാന്ന് സാറ് തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ ഏറ്റുപാടുന്ന പോലെ ഉള്ളൊരു പാട്ടായിരുന്നു അത്. മ്യൂസിക് ചേച്ചിയുടെ ലൈഫിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്?
ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈ എൻ്റെ ആ കുട്ടിക്കാലത്ത് ശരിക്കും എനിക്ക് മ്യൂസിക്കിനോടുള്ളൊരു താല്പര്യം അത് വീട്ടുകാരറിഞ്ഞു, അവർ അതിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചു. അത് ഞാൻ പറഞ്ഞില്ലേ, അച്ചമ്മയാണ് ആദ്യമായിട്ട് പാട്ട്. അന്നൊക്കെ എനിക്ക് ദേഷ്യമായിരുന്നു പാട്ട്. മാഷൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കായിരിക്കും സാറ് വരിക. അപ്പം ആ സമയത്തൊക്കെ എവിടുന്ന് മനസ്സിലായി അത് ഞാൻ പാടുമായിരുന്നു പണ്ട്. പാട്ട് കേട്ട് ഉറങ്ങായിരുന്നു. പാട്ട് കേട്ടിട്ട് അത് എനിക്ക് സിസ്റ്ററാണുള്ളത്. അത് അമ്മ പറയായിരുന്നു, സിസ്റ്റർ നന്നായിട്ട് വായിക്കും എഴുതുകയൊക്കെ ചെയ്യും അവള്. പിന്നെ അപ്പം അമ്മ ഇങ്ങനെ ഉറക്കണ സമയത്ത് എനിക്ക് ഉറങ്ങാൻ പാട്ട് കേട്ടിട്ട് തന്നെ ഉറങ്ങണം. അവൾക്ക് കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അമ്മ പറയും പണ്ടേ തൊട്ടിട്ടുള്ള കുട്ടികൾക്കുള്ള ആ ഒരു ഇഷ്ടങ്ങളുണ്ടല്ലോ. പിന്നെ ഞാൻ ഈ പാട്ടുകളൊക്കെ കേൾക്കുന്ന സമയത്ത് അത് പാടും. ഞാനിങ്ങനെ മ്യൂസിക്കൊക്കെ ഇമിറ്റേറ്റ് ചെയ്യായിരുന്നു. ഈ ഇതൊക്കെ അല്ലേ BGMs ഒക്കെ ഞാൻ എൻ്റെ വായന കൊണ്ട് അങ്ങനെ നമ്മള് അപ്പൊ അത് അച്ഛമ്മക്ക് അത് കേട്ടപ്പോൾ അച്ഛമ്മ പറഞ്ഞു അവളെ ക്ലാസിക്കലായിട്ടൊന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് മാഷിൻ്റെ അടുത്ത് മാഷ് വീട്ടിൽ വന്നിട്ട് പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ അന്നൊക്കെ ഭയങ്കര ദേഷ്യ. മാഷ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ കുട്ടികൾക്ക് ക്ലാസിക്കൽ പഠിക്കാൻ ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ മാഷ് ഇടയ്ക്കൊക്കെ ലൈറ്റ് മ്യൂസിക്സും ഒക്കെ പാടിപ്പിച്ചൊക്കെ അങ്ങനെ ചെറിയ ഭക്തി ഗാനങ്ങളൊക്കെ പാടിപ്പിച്ച് അങ്ങനെ ഇതാക്കിയതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ അവർക്കെല്ലാവരും തോന്നി എനിക്ക് മ്യൂസിക് ഫീൽഡ്. അതാണ് ഞാൻ പറയുന്നത്, ആ പാരൻസ് നമുക്ക് തുറന്നു തരുന്ന ഒരു വഴിയുണ്ടല്ലോ. അന്ന് ശരിക്കും പറഞ്ഞാൽ വേറൊരു മേഖലയിലേക്കാണ് പാട്ടൊന്നും പഠിക്കേണ്ടെന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിട്ടൊന്നും പാടൊന്നുമില്ല. അപ്പോൾ അവർക്ക് അത് കറക്റ്റ് അവർ മനസ്സിലാക്കി. അങ്ങനെ പിന്നെ മ്യൂസിക് കോളേജിലെത്തി. അത് കഴിഞ്ഞ് എൻ്റെ മാരേജ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മ്യൂസിക്, അതായത് അമ്മ നന്നായിട്ട് പാടിയിരുന്നു. എൻ്റെ മദറിലോ അസാധ്യമായിട്ട് പാടും. അവർ ഓൾ ഇന്ത്യ റേഡിയോയിൽ 78 മുതലുള്ള ഒരു ആർട്ടിസ്റ്റാണ്. 78 മുതൽ അവർ പാടുന്നുണ്ട്. അവർ രാഘവമാഷിൻ്റെ വളരെ പ്രിയപ്പെട്ടൊരു ഗായികയായിരുന്നു, മീര പ്രേമാനന്ദ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അമ്മ ഞങ്ങളിങ്ങനെ ഒരു ഷോന് പോകുന്ന സമയത്താണ്, അവിടുത്തെ ഒരു സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു, ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഷോ ആണ്. അപ്പം അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിനു മുമ്പ് അമ്മയ്ക്ക് ഭജന ട്രൂപ്പ് ഉണ്ട്. അപ്പം ഭജൻസിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പം അവരുടെ ഭജൻസ് പഠിക്കാൻ വേണ്ടി പോയി. അമ്മയ്ക്ക് എന്തോ പെട്ടെന്ന് വയ്യാതെയായപ്പം എൻ്റെ തറവാടും ഹസ്ബൻഡിൻ്റെ വീടും വളരെ അടുത്തടുത്താണ്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ഇവിടെ പാടുന്ന ഒരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെയാണ് വിളിച്ചത്. അങ്ങനെ അവർ വീട്ടിൽ പോയി പാടിച്ചു. അങ്ങനെ അമ്മയുടെ പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് വയ്യാതെയായ സമയത്ത്. പിന്നെ ഞങ്ങൾ കാണുന്നത് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീട്ടിൽ വിളി വന്നു. പിന്നെ കല്യാണമൊക്കെ ഉറപ്പിച്ചു. അമ്മ നോട്ട് ചെയ്ത് വെച്ചു. അതെ. പക്ഷെ അത് ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു. എന്താ വെച്ചാൽ അത്രയും ഇഷ്ടമുള്ളൊരു വീട്ടിലേക്ക് എത്തിപ്പെട്ടത് കൊണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും വർക്കിലേക്ക് വരുന്നത് തന്നെ. അപ്പം അത് ഇഷ്ടമില്ലാത്തൊരാളാണ് ആളാണെങ്കിൽ പോലും നമ്മൾ അവിടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ അവിടുന്നും ഇങ്ങനെ സംഗീതം കണ്ടിന്യൂ ആയി. പിന്നെ അറിയില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ആഘാതം വന്നു. അതിപ്പോൾ 2 വർഷമായി എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട്. അങ്ങനെ ആ സമയത്ത് പുള്ളി അത്രയും എന്നെ എന്താ പറയുക സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. അതിൽ നിന്ന് ഞാൻ കരകയറിയത് ഈ മ്യൂസിക്കിനെ കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയും, ഞാൻ ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഞാൻ ഇത്രയും പോസിറ്റീവായിട്ട് എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. സത്യമായിട്ടും പാട്ടിനെ കൊണ്ട് മാത്രമാണ്. സംഗീതം ഇന്നും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ. സംഗീതം തീർച്ചയായിട്ടും ഭയങ്കര ഹീലിംഗ് ആണ് അത്. പാട്ടെന്ന് പറയുന്നത് നമ്മളിപ്പം സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ് സംഗീതത്തിനെ. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയും, എല്ലാവരുടെ അടുത്തും പറയും, അത് വലിയൊരു ഉദാഹരണം ഞാൻ തന്നെയാണ്. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഒരു ധൈര്യത്തോടു കൂടിയും ഒരു പോസിറ്റീവായിട്ടും എനിക്കിപ്പം ഇവിടെ ഇരിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ പുള്ളി അത്രയും എൻ്റെ കൂടെ ആ ഒരു മ്യൂസിക് ഫീൽഡിൽ എനിക്ക് വേണ്ടി നിന്നൊരാളായിരുന്നു. ഒരു 10-30 വർഷം ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ളൊരു യാത്രയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രോഗ്രാംസും ഒക്കെ ആണെങ്കിൽ എന്നെ അക്കോമഡേറ്റ് ചെയ്ത് അങ്ങനെ ഭയങ്കര അങ്ങനത്തെ ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എവിടെയും. തീർച്ചയായിട്ടും. പക്ഷെ ഇതിന് ശേഷം ആളുകളെ
എന്നോട് പറഞ്ഞത് അതാണ്, സംഗീതം നിർത്തരുത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സമയത്ത് ചിത്ര ചേച്ചി എന്നെ വിളിച്ചു. ചിത്ര ചേച്ചി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചു. ചേച്ചി എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മ്യൂസിക് ഒരിക്കലും നിർത്തരുത് സിന്ധു, പാടാൻ സിന്ധു എൻ്റെ പുറത്തൊന്നും പ്രോഗ്രാംസ് ഒന്നും പോയിട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ക്ലാസ് എടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ശരത് സാറിനെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ശരത് സാറിൻ്റെ കൂടെ ഞാൻ 1-2 സ്റ്റേജ് ഷോസൊക്കെ പാടിയിട്ടുള്ളൂ. പക്ഷേ സാറ് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എപ്പോഴും ചിരിച്ചിട്ട് ആണ് സിന്ധുവിനെ ഞാൻ കണ്ടിട്ടുള്ളത്, ആ ഒരു ചിരി മുഖത്തുനിന്ന് മായ്ക്കരുത്, എപ്പോഴും ഇതേപോലെ ചിരിച്ച് തന്നെ പാടണം എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ നമുക്ക് ആ സമയത്ത് കിട്ടുന്ന ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ സംഗീതത്തിലൂടെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പുള്ളിക്കും അതാണല്ലോ വിഷമിക്കുന്നത് പുള്ളിയായിരിക്കും. അപ്പം അതുകൊണ്ട് സംഗീതത്തിൽ അല്ലെങ്കിൽ എനിക്ക് ചിലപ്പം അതിൽ നിന്ന് കരകയറാനായിട്ട് സാധിക്കില്ല എന്ന് തോന്നി. അപ്പം അതുകൊണ്ട് അത് മ്യൂസിക് തന്നെ ഒരു പോയി. പിന്നെ അങ്ങനെ എന്താ പറയുക, ഇന്ന് വരെ ഇപ്പം നമ്മൾ ഒരുപാട് പ്രോഗ്രാംസും ഒരുപാട് പാട്ടുകളും ഒക്കെ ആയിട്ട്. മോളിപ്പോ എന്താ ചെയ്യണത്? മോളിപ്പോ കാലിക്കറ്റ് വർക്ക് ചെയ്യാണ്. അവിടെ മോള് 1-2 പാട്ടുകളൊക്കെ പാടിയിരുന്നു. അവൾക്ക് വെസ്റ്റേൺ ആണ് കൂടുതൽ ഇഷ്ടം, ഒരു ബേസ് ടോണാണ് അവൾക്ക്. പാട്ട് ഇഷ്ടമാണ്, ഒരുപാട് കേൾക്കും. പിന്നെ വരയ്ക്കും, നന്നായിട്ട് വരയ്ക്കാനൊക്കെയാണ് അവൾക്ക് ഇഷ്ടം. പിന്നെ പാടാൻ പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. എന്തെങ്കിലും ഒരു പ്രോഗ്രാംസൊക്കെ പാടാൻ പറഞ്ഞാൽ വലിയ മടിയാണ്. തമിഴ് പാട്ടുകൾ ചേച്ചിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പറഞ്ഞാൽ ഏതായിരിക്കും പാടുക? ഇപ്പോൾ രാജാസാറിൻ്റെ പാട്ട്. ഞാൻ രാജാസാറിൻ്റെ പാട്ട് ഒരുപാട്, ചേച്ചിയുടെ പാട്ടുകൾ ഞാൻ സ്റ്റേജിൽ എടുത്ത് പാടാറുണ്ട്. ഏതേതോ എണ്ണം വളർത്തേ ഉൻ കയ്യിൽ என்னை கொடுத்தேன், நீ தானே புன்னகை மன்னன் ஒன்றானே நானே, பண்பாடும் பாடல்கள் நீயே ஒன்றாகும் நானே, ஏதேதோ எண்ணம் வளர்த்தேன் உன் கையில் என்னை കൊടുത്തേ. ഞാൻ രാജസാറിൻ്റെ പാട്ടുകളാണ് എപ്പോഴും, AR റഹ്മാൻ്റെ പാട്ടുകളും എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കൂടുതൽ വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും കേൾക്കുക ഈ ഒരു 90s 80s 90s രാജസാറിൻ്റെ പാട്ടുകളില്ലേ, അതാണ്. നമ്മൾ പറയുന്ന ഒരു പാട്ട് നമ്മൾ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ആ കേൾക്കണ സമയത്തുള്ള ആ മൂഡും അല്ലെങ്കിൽ ആ നമ്മളിരിക്കുന്ന ആ ഒരു സറൗണ്ടിങ്സും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ആ പാട്ടിനോടുള്ള ഇഷ്ടം കൂടുന്നത് എന്നുള്ളത്. ജാനകിയമ്മേനെയും SP സാറിന്റെ കൂടെയൊക്കെ ഉള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. ജാനകിയമ്മയുടെ കൂടെ എന്ന് പറഞ്ഞാൽ ജാനകിയമ്മയുടെ കൂടെ ഞാൻ പുറത്ത് പ്രോഗ്രാംസ് ചെയ്തിരുന്നു. അതിനിടയ്ക്ക് കാലിക്കറ്റ് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് അമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മള് സ്റ്റേജില്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന അമ്മ അത്രയും എന്താ പറയാ, അത്രയും പ്രായമായിട്ടാണെന്നുണ്ടെങ്കിലും ഡൗൺ ടു എർത്തും, പിന്നെ വോയിസ് ഒക്കെ ഇങ്ങനെ കേൾക്കണം, ഇങ്ങനെ കുഞ്ഞു കുട്ടികൾ പറയുന്ന മാതിരിയാണ്. അപ്പൊ ഞാൻ പാടിയത് നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. ആ പാട്ടായിരുന്നു കേട്ടോ എനിക്ക് പാടേണ്ടിരുന്നത്. എനിക്കാണെങ്കിൽ ഞാൻ എങ്ങനെയാ നമ്മുടെ മുമ്പിൽ പാടാന്നൊക്കെ വിചാരിച്ച് പേടിച്ചു പോയി. എങ്ങനെയൊക്കെയോ പാടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വന്നു. പോണ മുമ്പ് ഞാൻ നമ്മുടെ കാലൊക്കെ തൊട്ട് അനുഗ്രഹം കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും എന്നെ ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. നീ നല്ല പാടിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചു. അയ്യോ, അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ആ എളിമ, ആ ഒരു സ്നേഹം പറയേണ്ട ഒരു ആവശ്യമില്ല. അമ്മയൊക്കെ എന്താ പറയാ, നമ്മൾ ദൈവത്തെ പോലെ കാണുന്ന അത്രയും ലെജൻഡറി സിംഗറാണ്. ഞാനതാ പറഞ്ഞത്. ഇപ്പം ചേച്ചി എന്നെ ചേച്ചി വിളിച്ചതും ശരത് സാറ്, അപ്പം അതൊക്കെ നമ്മൾ വിചാരിക്കും, നമ്മളൊക്കെ ഇങ്ങനെ അവരുടെ പാട്ടുകൾ കേട്ടിട്ട് ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ
ഇങ്ങനെ നമ്മളടുത്ത് ഇങ്ങനെ പ്രതീക്ഷിക്കാണ്ട് നമ്മളെ അതൊക്കെ നമുക്ക് ഈ സംഗീത ജീവിതത്തിൽ കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. സംബന്ധിച്ചിടത്തോളം SPB സാറിൻ്റെ കൂടെ 2 ഷോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒന്ന് ഞാൻ പുറത്താണ് ചെയ്തത്, കൈരളിയുടെ ഒരു ഷോ ഉണ്ടായിരുന്നു ദുബായിൽ വെച്ചിട്ട്. അപ്പൊ അത് SPB സാറിൻ്റെ കൂടെ അന്ന് ചെയ്തു. അന്ന് സാറും എനിക്ക് തോന്നുന്നു ഭയങ്കര കൂളായിട്ട് നമ്മളെ ചില്ലാക്കുന്ന അന്ന് ഇതായിരുന്നു കൂടെ ഞാൻ പാടിയത്. താരാപദം ചെയ്തോഹരം പ്രേമാമൃതം പെയ്യുന്നിത നവമേഘമേ നവമേഘമേ എന്നൊക്കെ പാടുമ്പോ ഇങ്ങനെ എന്താ പറയാ, നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റേജിൽ സാറിന്റെ സൗണ്ട് ഇത്രയും അടുത്തുനിന്ന് കേൾക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കണില്ലല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ ഭയങ്കര ഡിവൈൻ മൊമെന്റ്സ് ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവരെ കാണാൻ പറ്റിയ, പരിചയപ്പെടാൻ എല്ലാവരുടെയും കൂടെയും പാടാൻ പറ്റി. ശ്രീയേട്ടൻ്റെ കൂടെ എനിക്ക് ഇതേമാതിരി ഞാൻ മാപ്പിളപ്പാട്ടൊക്കെ പാടി തുടങ്ങിയ സമയത്ത് MG ശ്രീകുമാർ സാറിൻ്റെ കൂടെ ആയിരുന്നു. എനിക്ക് തൗഫീക്ക് എന്ന് പറഞ്ഞൊരു കാസറ്റ് ചെയ്തിരുന്നു. അതിനത് 3-4ാമത്തെ ഒരു കാസറ്റാണ് എൻ്റെ ആ ഒരു മ്യൂസിക് ബിഗിനിങ് ടൈമിൽ. അത് നല്ല ഹിറ്റായിരുന്നു തൗഫീക്ക് എന്ന് പറഞ്ഞിട്ട്. അതിൽ ശ്രീയേട്ടൻ്റെ കൂടെ പാടാൻ പറ്റി. പിന്നെ ബിജുവേട്ടൻ്റെ കൂടെ ഒരുപാട് കാസറ്റ്സ് ചെയ്തു, ഡിവോഷണൽ കാസറ്റ്സ്. വേണുവേട്ടൻ, അങ്ങനെ ഉണ്ണി മേനോൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റി. ജയേന്ദ്രൻ സാറ്, അതൊക്കെ നമ്മളുടെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും. പിന്നെ അവരിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പം സീനിയർ സിംഗേഴ്സിൻ്റെ അടുത്തുനിന്നും അവർ ഇപ്പം മ്യൂസിക്കിനോട് ഡയറക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർ കാണിക്കുന്ന ഒരു ഡിവൈനായിട്ടുള്ളതും അവരുടെ അച്ചടക്കങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് ഏറ്റെടുക്കാനുണ്ട്. അതെ അതെ, അല്ല ഒരുപാട് അത്ര എക്സ്പീരിയൻസും ഉണ്ടല്ലോ അവർക്ക്. അതെ അതെ, തീർച്ചയായിട്ടും. ഗസൽസ് ഒക്കെ കേൾക്കാറുണ്ട്. ഞാൻ ഭജൻസ് പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മദറിനിലോ ഭജൻസ് ഒക്കെ നന്നായിട്ട് പാടും. അപ്പൊ ഭജൻസ് ഞാനും അമ്മയും കൂടി, ഇപ്പൊ ഞാൻ എത്തിയതിന്റെ ശേഷം ഞങ്ങള് ഭജൻസ് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അതും നമുക്ക് ഭജൻസ് എനിക്ക് 2-2.5 മണിക്കൂറൊക്കെ ഞങ്ങൾ പല അമ്പലങ്ങളിലും അങ്ങനത്തെ ഡിവോഷണലായിട്ടുള്ള അങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചില വലിയ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ദൈവത്തിൻ്റെ മുന്നിന്നായിരിക്കും പാടുക. അപ്പൊ ഇങ്ങനെ കരഞ്ഞു പാടിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ പാടുമ്പോഴേ ഇങ്ങനെ ആ വിളക്കൊക്കെ കത്തിച്ച് അതിന്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് വൈബ്രേഷൻ അത് ഞാനിങ്ങനെ ചില പാട്ടുകൾ ഞാൻ അമ്മയുടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചില പാട്ടുകൾ പാടുമ്പോൾ ഇങ്ങനെ കരഞ്ഞ് കണ്ടുനിന്ന് ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ട് പാടിയ ഒരുപാട് പാട്ടിന് ഒരുപാട് എനർജി ഉണ്ട്. ഒരുപാട് എനർജി. അത് ഭയങ്കര ഒരു പ്രത്യേകിച്ച് അമ്പലത്തിന്റെ ചേച്ചി പറഞ്ഞ പോലെ എനിക്കിപ്പോ അത് ഞാൻ വിഷ്വലൈസ് ചെയ്യായിരുന്നു അത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. നമ്മുടെ മനസ്സിലെ ഒരുപാട് ദുഃഖങ്ങളാണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും അതിനൊക്കെ കഴുകി കളയാനുള്ള ഒരു ആ സമയത്ത് നമ്മളൊന്നും ആലോചിക്കുന്നില്ല. ആ ഒരു 2-2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഫുള്ളി ആ മ്യൂസിക്കിലോട് ഇങ്ങനെ ചേർന്ന് നിന്നിട്ട് പാടാണ്. കച്ചേരികൾ ചെയ്തിട്ടുണ്ടോ? കച്ചേരികൾ കുറവാണ്. ഞാൻ പാലക്കാട് പഠിക്കുന്ന സമയത്ത് ക്ലാസിക്കൽസ് ചെയ്യാന്നല്ലാതെ പുറമെ അങ്ങനെ കച്ചേരികളായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ത്യാഗരാജോത്സവങ്ങൾ, പിന്നെ ചെമ്പൈ അങ്ങനെയൊക്കെ സമയങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട്. ഗുരുവായൂരിലുള്ള ചെമ്പൈ സംഗീതോത്സവം അങ്ങനെയൊക്കെ പാടാറുണ്ടെന്നല്ലാതെ കച്ചേരികൾ പാടാൻ എനിക്ക് ഇപ്പോഴും അതിനങ്ങോട്ട് എന്താ പറയുക, ഒരു ധൈര്യം വന്നിട്ടില്ല. ചേച്ചിയുടെ ഡ്രീം എന്താ ഇനി ഒരു ഇതന്നെ വലിയൊരു എന്താ പറയാ, ഒരു വലിയൊരു സ്വപ്നം ഇങ്ങനെ ആയി വരുന്നു എന്നാണ് ഞാൻ വിചാരിക്കും. ഇപ്പം എൻ്റെ ഒരു 2ാമത്തെ ഒരു വരവാണ് ശരിക്കും പറഞ്ഞാൽ. ഹസ്ബൻഡിന് വയ്യാതെ ശേഷം ഞാനൊരു ചെറിയൊരു ബ്രേക്കായിരുന്നു പുള്ളിയുടെ കൂടെ തന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ 2ാമത് വന്നതിൽ തന്നെ എനിക്ക് എന്നെ ആളുകൾ 2ാമത് സ്വീകരിച്ചു എന്നുള്ളതിന് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ ഒരു കാര്യം. ചേച്ചി അത്രയും നല്ല സിംഗർ ആയതും കൂടിയിട്ടാണത്. ചേച്ചി ഭജൻസ് കുറെ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ അതെ അതെ, നമുക്കൊരു 4 വരി ഭജൻ കേട്ടാലോ? രാമ ഭജന ജഗത്സാർ, ശ്രീരാമ ഭജന ജഗത്സാർ, ശ്രീരാമ ഭജന ജഗത്സാർ, ബടേ ബടേ पृथ्वी के राजा, बड़े बड़े पृथ्वी के राजा, छोड़ गए दरबार, राम भजन जगत सार, श्री राम
ശ്രീരാം ശ്രീരാമ ഭജന ജഗത്സാർ, ശ്രീരാം ശ്രീരാം ശ്രീരാമ ഭജന ജഗത്സാർ. ഭജൻസിന് വേറെ ഒരു മൂഡ് തന്നെയാണല്ലോ അത് കേൾക്കുമ്പോൾ. അത് എത്ര പാടിയാലും നമുക്ക് ഒരു ക്ഷീണമൊന്നും വരില്ല. 2.5 മണിക്കൂറൊക്കെ നമ്മൾ ഇങ്ങനെ ചമ്രം പടിഞ്ഞിരുന്നിട്ട് പാടുകയാണ് ചെയ്യുക. അതിനൊരു ക്ഷീണമൊന്നുമില്ല. ഇങ്ങനെ അത് അങ്ങനത്തെ പാട്ടുകളായിരിക്കുമല്ലോ. വളരെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സിന്റെ ബഹളങ്ങളൊന്നുമില്ല. നമുക്കൊരു തബല, ഒരു ഹാർമോണിയം, ഫ്ലൂട്ട്, അങ്ങനെ മൃദംഗം. അപ്പൊ അത്രയും വളരെ ലിമിറ്റഡ് ഇത് വെച്ചിട്ട് ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് ഒരു ഫീലും ഡിവൈൻ ഫീലും കൂടെ ആവുമ്പോൾ ഒരുപാട് അഷ്ടപദീസ്, പിന്നെ കബീർദാസ്, സൂർദാസിന്റെ ഭജൻസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് എൻ്റെ അമ്മായിയുടെ അടുത്ത്. എനിക്ക് അത് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. കുറച്ച് നല്ല ഭജൻസ് നമ്മൾ എടുത്ത് ഒരു ഇത് ചെയ്യണം എന്നുള്ളത് വലിയ ആഗ്രഹമുണ്ട്. പിന്നെ ഒരു കച്ചേരി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അത് വേഗം നടക്കട്ടെ. അവാർഡ്സുകളൊക്കെ ചേച്ചിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അവാർഡ്സ് ബാബുക്കയുടെ പേരിലുള്ള അവാർഡ്, ഹ്യൂമർ അവാർഡ്, പിന്നെ ഫിലിം ക്രിട്ടിക്കിന്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആൽബം ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, ആൽബം സോങ്സിന്റെ. അങ്ങനെ ഒരുപാട് അവാർഡുകൾ. പിന്നെ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമുക്കൊരു എവിടെ പോയാലും ഒരു അവാർഡ് ഉണ്ടാവും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അവരുടെ വക ഒരു സന്തോഷം. അതെ അതെ. പഴയ പാട്ടുകളൊക്കെ ചേച്ചി കേൾക്കാറില്ലേ? പഴയ പാട്ടുകൾ ജാനകിയമ്മയുടെ, ദീനമ്മയുടെ ഒക്കെ അവരുടെ എല്ലാവരെയും പാട്ടുകൾ ഭയങ്കര ഇഷ്ടം. നമുക്ക് ഏകദേശം സമയം വൈൻഡപ്പ് ചെയ്യാനുള്ളതായി. നമ്മള് സംസാരിച്ചിട്ട് സമയം പോയതൊന്നും അറിഞ്ഞില്ല അല്ലേ? എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പൊ ക്യാമറ ചേട്ടൻ 1 hour കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് 1 hour കഴിഞ്ഞു. അങ്ങനെ വീട്ടിലിരുന്ന് സംസാരിക്കണ പോലെ ഒരു ഇന്റർവ്യൂ പോലെ. എനിക്കും പക്ഷെ അതാ ഇഷ്ടം. അങ്ങനെ ഒരു ഇന്റർവ്യൂസ് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്ന ആളാണ് കേട്ടോ. പൊതുവെ പെട്ടെന്ന് ഒരാളായിട്ട് മിങ്കിളാവുന്ന ഒരാളാണ്. അപ്പം എനിക്ക് മീനാക്ഷിനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നി വീട്ടിലുള്ള ഒരു കുട്ടിയായിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ആയിട്ടുള്ള നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചിരുന്ന മാതിരി. ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ അല്ലാണ്ട് നമ്മള് വെറുതെ ഇരുന്ന് ഇങ്ങനെ കുറെ, ഞാൻ വരുമ്പോഴും പറഞ്ഞില്ല, നമ്മള് വെറുതെ നമുക്ക് കുറച്ച് സംസാരിച്ചിരിക്കാം. സംഗീതത്തിനെ പറ്റിയിട്ട് പറയാൻ തുടങ്ങിയാൽ അതിനൊരു എൻഡില്ല. ഒരുപാട് നമുക്ക് പറയാനുണ്ടാവും. പിന്നെ എനിക്ക് ഈ മ്യൂസിക് ഫീൽഡിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഒരുപാട് നല്ല ഫ്രണ്ട്ഷിപ്പ്, പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ, എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ അവരുടെ വീട്ടിലൊരു കുട്ടിയായിട്ട് കാണുന്ന ഒരുപാട്. അതൊക്കെ ഞാൻ വിചാരിക്കും വേറൊരു ഫീൽഡിലാണെങ്കിൽ ഈ ഒരു ഭാഗ്യം നമുക്കുണ്ടാവില്ല. പിന്നെ എന്നെയും തന്നെ ഈ ഒരു രംഗത്തേക്ക് പിന്നെയും പ്രോത്സാഹിപ്പിച്ചിട്ടും ഒരുപാട് ആളുകൾ വിളിച്ചിട്ടും ഒക്കെ, അതൊക്കെ വലിയൊരു ഭാഗ്യമല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് 4 വരി ചേച്ചിക്ക് ഇഷ്ടമുള്ള, ചേച്ചി എപ്പോഴും ബാബുക്കയുടെ പാട്ട് തന്നെ ആയാലോ എന്ന് വിചാരിക്കല്ലേ. ബാബുക്കയുടെ ഒരുപാട് പാട്ടുകളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ കാലിക്കറ്റൊക്കെ ഏത് ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിലും ബാബുക്കയുടെ ഒരു പാട്ട് ഇല്ലാതെ തുടങ്ങാറില്ല പാട്ടുകൾ. ബാബുക്കയുടെ താന് തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസസുന്ദര ചന്ദ്രലേഖ. താന് തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസസുന്ദര ചന്ദ്രലേഖ. മധുമാസ സുന്ദര ചന്ദ്രലേഖ. സത്യം പറഞ്ഞാൽ പറയാൻ തോന്നിയില്ല. കാരണം പഴയ പാട്ടുകളല്ലേ, നമുക്ക് എത്ര കേട്ടാലും മതിയാവാത്ത. പക്ഷെ നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതി കാരണം. അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി ഫോർ യുവർ ടൈം. ഇപ്പോൾ പേഴ്സണലിയും എന്താ മ്യൂസിക്കലിയും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തതിന്. ഇനി അടുത്തത് നമുക്കൊരു കച്ചേരി കഴിഞ്ഞിട്ട് വീണ്ടും കാണുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ചും ഈ MC-യുടെ ഒരു ചാനലിൽ ഇവിടെ വന്നിരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ഒരു കരിയറിൻ്റെ ആ ഒരു തുടക്ക സമയങ്ങളിൽ ഒരുപാട് നമ്മളെ ആ വളർച്ചയിൽ സഹായിച്ച ആളുകളാണ് ഈ MC. സജിതനെയൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല.
ഒത്തിരി നല്ല ഡിവോഷണൽ സോങ്സ് MC ഓഡിയോസിലൂടെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു ചാനലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇരിക്കാൻ സാധിച്ചതിലും മീനാക്ഷിയുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക്സ്.